അപ്പോൾ ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ ബെറ്റർ? നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഡെയിലി യൂസേജിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം, നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൈകാര്യം ചെയ്യണം, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആൻഡ്രോയിഡ് ഡിവൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒക്കെ ഗെയിമിംഗ് ഫോൺ ആയിരിക്കണം, ലാഗ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, സ്മൂത്ത് ആയിട്ട് ഹൈ എൻഡ് ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഫോൺ തന്നെ ചൂസ് ചെയ്യണം. കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡിനകത്ത് ഞാൻ BGM ഒക്കെ കളിക്കുന്നുമുണ്ട്. അപ്പോൾ എന്റെ ആൻഡ്രോയിഡിനകത്തുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും മറ്റൊരു ഐഫോണിനകത്ത് കളിച്ചപ്പോൾ ഉണ്ടായ ഗെയിമിംഗ് എക്സ്പീരിയൻസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിമിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നല്ലൊരു ഐഫോൺ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ പുതിയ ഹൈ എൻഡ് ഡിവൈസുകൾ ആൻഡ്രോയിഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കളിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിനൊക്കെ ആൻഡ്രോയിഡിന്റെ ആ ഒരു കേപ്പബിലിറ്റി പോകുമെന്നാണ് എന്റെ യൂസർ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ആൻഡ്രോയിഡും ഐഫോണും നമുക്ക് ചൂസ് ചെയ്യാം.